guys, welcome back to my channel. So guys, this is a travel vlog and I'm so excited for this trip because I'm going for my first solo international trip. Yes. And I'm so happy guys. അതുപോലെ തന്നെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വിഷ് ലിസ്റ്റിൽ. It's been in my wish list for the longest time and it's finally happening and I'm so grateful for so many people around me, especially as all of you know, I'm a professional MC. അപ്പോൾ എന്നെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പ്ലേസ് ചെയ്ത my mentors, ആമി ചേച്ചി, ജി ചേട്ടൻ, അവർ ഈ വീഡിയോ കാണുക പോലും ഇല്ല. But I'm so grateful for them and for my family for always supporting me and also all the beautiful souls around me because ഇവരുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് ഇത് നടക്കുന്നത്. So guys, I'm so excited for my first international solo trip. So come on guys, let's go. Guys, അപ്പോൾ ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പോൾ ഡിന്നർ കഴിക്കാൻ ഗൈസ്. അപ്പോൾ ഞാൻ എയർപോർട്ടിലെത്തി. ബൈ ഗൈസ്, പോയിട്ട് വരാം. ബൈ ബൈ. ഓക്കെ, ടേക്ക് കെയർ. ഹാപ്പി ജേർണി. ബൈ. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ചെക്കിനും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ തായ്ലൻഡ് എത്തിയിട്ട് കാണിക്കാം. ഗൈസ്, അപ്പോൾ തായ്ലൻഡ് എത്തി. ഞാൻ ഒന്ന് ജസ്റ്റ് ഫ്രഷ്നപ്പായി. ഇനിയിപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈഗർ പാർക്കിലാണ്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് ശേഷമാണ് നമുക്ക് ചെക്ക് ഇൻ വരുന്നത് എനിക്ക് റൂമിലോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടൈഗർ പാർക്കിലോട്ട് പോവാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ടൈഗർ ഷോ കാണാൻ പോവാണ്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ടൈഗർ ഷോ കഴിഞ്ഞു. പിന്നെ ടൈഗറായിട്ട് ഫോട്ടോസ് എടുത്തു. ഇത് ആക്ച്വലി ടൈഗർ ടോപ്പിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കുറേ ആനിമൽസ് ഉണ്ട്. ടൈഗർ, ലയൺ, റെപ്റ്റൈൽസ്, റക്കൂൺ, പിന്നെ ക്രോക്കഡൈൽ ഉണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എനിക്ക് ക്രോക്കഡൈൽ ഷോ ആണുള്ളത്. അപ്പോൾ അത് കാണാൻ പോവാണ് ഞാൻ. ടൈഗറായിട്ടുള്ള ഫോട്ടോസ് എടുത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിറ്റ്സ് ഞാനിപ്പോൾ ആഡ് ചെയ്യാം. എല്ലാവരും അത് കണ്ടു നോക്കൂ. So now I am going for the crocodile show. അപ്പോൾ അത് കണ്ടിട്ട് വരാം. അതിന് ശേഷം ഞാൻ ഇനി ഹോട്ടലിലേക്ക് പോകും. അപ്പോൾ ക്രോക്കഡൈൽ ഷോ കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ പാർക്കിങ്ങിലോട്ട് പോവാണ്. അവിടെ ക്യാബ് വെയിറ്റിംഗ് ആണ്. എന്നിട്ട് സ്ട്രെയിറ്റ് ടു റൂം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹോട്ടലിലെത്തി. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമോ, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നവർ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. മാൽഗുഡി ഫിലിമി റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ റൂമിലേക്ക് പോവുകയാണ്.
ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ പോകുന്നത് ബുദ്ധ ടെമ്പിളിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ബിഗ് ബുദ്ധേൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ ഈ സ്റ്റെപ്സ് കയറി പൊക്കത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ നമുക്ക് സ്ലീവ്ലെസ്സും അതുപോലെ തന്നെ നീസിൻ്റെ പൊക്കത്തുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെ വരുന്നവരാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് സ്കാർഫുകൾ വെച്ചിട്ടുണ്ട്. അത് വെച്ച് കവർ ചെയ്തിട്ട് വേണം നമ്മൾ പൊക്കത്തോട്ട് പോകാൻ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുവാണ്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഇവിടെ നൈറ്റിലെ കുറേ സ്ട്രീറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കുവാണ്. ഇപ്പം ഞാൻ 7-Eleven ഉള്ളത്. ഇവിടെ എല്ലാ കോർണറിലും ഉള്ള ഒരു കടയാണ് 7-Eleven. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. കണ്ടോ, റൂമിലേക്ക് പോണ വഴിക്ക് അടുത്ത 7-Eleven കണ്ടു. നെക്സ്റ്റ് 7-Eleven. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് എനിക്ക് വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലം. ഗൈസ്, അപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കുവാണ്. സോ ഗൈസ്, ദിസ് ഇസ് ഹൗ ഐ സ്പെൻഡ് മൈ ഡേ 1 ഇൻ തായ്ലൻഡ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഡിന്നറും കൂടി കഴിച്ച് ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ക്യാബ് പോയി. അപ്പോൾ ഞാൻ റൂമിലേക്ക് ഇനിയിപ്പോൾ നടക്കുവാണ്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.